സംസ്ഥാനത്തെ നീതിന്യായ വിഭാഗത്തിൽ ഒരു ഹൈക്കോടതിയും കീഴ്ക്കോടതികളുടെ ഒരു ശ്രേണിയും ഉൾപ്പെടുന്നു. സുപ്രീം കോടതിക്കും കീഴ്ക്കോടതികൾക്കും മധ്യയാണ് ഹൈക്കോടതികളുടെ സ്ഥാനം. ഒരു സംസ്ഥാനത്തിന്റെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 6 ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അപ്പീൽ കോടതിയാണ് സംസ്ഥാന ഹൈക്കോടതി. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കപ്പെട്ടത് 1861 1861 പാസ്സാക്കപ്പെട്ട ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ 4 ഹൈക്കോടതികളാണ് കൽക്കത്ത, ബോംബെ, മദ്രാസ്, അലഹബാദ്. 1862 കൽക്കത്തയും ബോംബെയും മദ്രാസും ഹൈക്കോടതികൾ ഫോം ചെയ്യുന്നത്. 4ാമത്തെ ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി 1866. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതി. നിലവിൽ 25 ഹൈക്കോടതികളും ഉണ്ട്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയി ലോർഡ് എൽജിനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 214 ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്ക് ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 214 ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്? 7ാം ഭരണഘടനാ ഭേദഗതി 1956 ആർട്ടിക്കിൾ 231. ഇത് പ്രകാരമാണ് 2ഓ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന ഹൈക്കോടതിയാണ് ആന്ധ്രാപ്രദേശിലെ അമരാവതി ഹൈക്കോടതി 2019. അധികാര പരിധി ഏറ്റവും കൂടുതലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം ഈ 4 സ്റ്റേറ്റിന്റെയും അധികാര പരിധി ഗുവാഹത്തി ഹൈക്കോടതിക്കാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി 160. ഏറ്റവും കുറവ് ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് സിക്കിം 3. ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി 1996. ഇന്ത്യയുടെ ആദ്യ നീതി നഗരമാണ് അമരാവതി. ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 215. ഏറ്റവും വിശാലമായ റിട്ട് അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226. സുപ്രീം കോടതിക്കും ഹൈക്കോടതികളുടെയൊക്കെ പ്രവർത്തന ഭാഷയെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 348(1). ഇത് പ്രകാരം ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. ഹൈക്കോടതികളുടെ അധികാര പരിധി വർദ്ധിപ്പിക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. എംപിമാരുടെയും MLA-മാരുടെയും ഇലക്ഷൻ തർക്കങ്ങൾ പരിഹരിക്കാൻ അധികാരമുള്ള കോടതിയാണ് ഹൈക്കോടതി. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 10 വർഷത്തോളം ഇന്ത്യൻ ഭൂപ്രദേശത്തിനുള്ളിൽ ഒരു ജുഡീഷ്യൽ പദവി വഹിച്ചിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം ഏതെങ്കിലും ഹൈക്കോടതിയിൽ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യതകൾ. സത്യപ്രതിജ്ഞ ഗവർണർക്ക് മുമ്പിലോ അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ച മറ്റു ഉദ്യോഗസ്ഥർക്ക് മുമ്പിലോ ചെയ്യണം. കുറഞ്ഞ പ്രായപരിധി ഇല്ല. അപ്പം ഹൈക്കോടതി ജഡ്ജി ആകുന്നതിനുള്ള യോഗ്യത പറഞ്ഞു. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. ഗവർണർ ഇല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർക്ക് മുമ്പിലോ സത്യപ്രതിജ്ഞ ചെയ്യാം. കുറഞ്ഞ പ്രായപരിധി ഇല്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,50,000 രൂപയാണ്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളം 2,25,000 രൂപയാണ്. ഇതുവരെ ഒരു ഹൈക്കോടതി ജഡ്ജിനെയും നമ്മൾ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കിയിട്ടില്ല. എന്നാൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ ഹൈക്കോടതി ജഡ്ജാണ് സൗമിത്രൻ. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ നമ്മൾ ഒരു ജഡ്ജിനെയും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എന്നാൽ ഈ നടപടി നേരിട്ട ആദ്യ ഹൈക്കോടതി ജഡ്ജാണ് സൗമിത്ര സെൻ. ഹൈക്കോടതി ജഡ്ജിനെ സ്ഥലം മാറ്റുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണ്. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതും പ്രസിഡന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായ ഹൈക്കോടതി ത്രിപുരയാണ്. ഇന്ത്യയിൽ
ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതിയാണ് മാൾട്ട, പശ്ചിമ ബംഗാളിലെ മാൾട്ട. സുപ്രീം കോടതിക്കുള്ളതും ഹൈക്കോടതിക്ക് ഇല്ലാത്തതുമായ അധികാരമാണ് ഉപദേശാധികാരം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. എന്നാൽ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നത് PB ചക്രവർത്തിയാണ്, കൽക്കട്ട ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നത് PB ചക്രവർത്തിയാണ്, കൽക്കട്ട ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആണ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യ വനിതാ അഭിഭാഷകയാണ് കോർണേലിയ സൊറാബ്ജി. ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രായപരിധി 62 വയസ്സാണ്. ഏറ്റവും കൂടുതൽ ബെഞ്ചുകളുള്ള ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. ഗോവ ഹൈക്കോടതിയുടെ ആസ്ഥാനം മുംബൈയാണ്. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും ജമ്മു കാശ്മീരും. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും ജമ്മു കാശ്മീരും. ലഡാക്ക് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജമ്മു കാശ്മീരാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരുന്നത് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? അത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ്. കുടുംബ കോടതികൾ പ്രവർത്തനം ആരംഭിച്ചത് 1986 മുതലാണ്. 1986 മുതലാണ് കുടുംബ കോടതികൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിര ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. വാദികളെയും പ്രതികളെയും കോടതിയിൽ വിളിച്ചു വരുത്തി പരസ്പര സമ്മതത്തോടെ കേസുകൾ തീർപ്പാക്കുന്ന രീതിയാണ് ലോക് അദാലത്ത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിര ലോക് അദാലത്ത് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. പീപ്പിൾസ് കോർട്ട് അതായത് ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ഈ ലോക് അദാലത്തിനെയാണ്. പീപ്പിൾസ് കോർട്ട് അഥവാ ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ഈ ലോക് അദാലത്തിനെ ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന്റെ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇതിന്റെ ആസ്ഥാനം കളമശ്ശേരി, കൊച്ചിയാണ്. അപ്പം നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന്റെ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആസ്ഥാനം കൊച്ചിയിലെ കളമശ്ശേരിയാണ്. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അപ്പോൾ നമ്മുടെ 14 ജില്ലകളും ലക്ഷദ്വീപും ഉൾപ്പെടുന്നതാണ് കേരള ഹൈക്കോടതി എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് KK ഉഷ. അപ്പൊ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറും, എന്നാൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ മലയാളി വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KK ഉഷയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ജഡ്ജിയാണ് V ഗിരി. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജിയാണ് V ഗിരി. ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിതയാണ് ലീല സേത്ത്. ഇന്ത്യൻ പീനൽ കോഡ് അതായത് IPC ഏകീകരിച്ച വർഷം 1860 ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണ്? മെക്കാളയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് വധശിക്ഷ നൽകുന്നത്? 302 വകുപ്പ് അനുസരിച്ചാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് അനുസരിച്ചാണ് നമ്മൾ വധശിക്ഷ നൽകുന്നത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത് 2010 ഒക്ടോബർ 18-നാണ്. അപ്പോൾ ഇത്രയുമാണ് ഹൈക്കോടതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട് നോട്ട്സ് എല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.